എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് വന്നിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുത്താണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ചുവയെന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ക്യാപ്സിക്കം ഇനി നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതും ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ബീൻസ് കട്ട് ചെയ്തതുമാണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു സവാള ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി അതൊന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾസ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഓവറായിട്ടങ്ങ് കുക്കായി പോകരുത്, അത്യാവശ്യം നന്നായിട്ട് വേകണം, എന്നാൽ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാതെ. നമ്മൾ ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാതെ ആ ഒരു കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, വെജിറ്റബിൾസ് എല്ലാം തന്നെ ആ ഒരു പാകത്തിന് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ആ ഒരു പൊടികളുടെ ഒരു പച്ച ചുവയെന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ച ചുവയെന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു 4 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് നമുക്കിതിലൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സുകൾ റെഡിയാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കുമ്പം അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ വേകുന്ന രീതിയിൽ വന്നിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വളരെ കുറച്ചൊരു നാരങ്ങാനീരാണ്. ഒരുപാട് ഓവറായിട്ട് പോവരുത്, ഈ ഒരു ഫില്ലിങ്ങിന് ഒരുപാട് പുളി അങ്ങ് കൂടി പോവരുത്. ഈ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് മാത്രം ഇതുപോലെ നാരങ്ങാനീര് നമുക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് ഇതുപോലെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഒരു ഫില്ലിങ്ങിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി കട്ടിയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് ക്രംസോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടിയൊന്നും പോകാതെ കറക്റ്റ് നമുക്ക് ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിൽ 2 ഇതൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയില്ലേ, ഈ ഒരു മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ ഈ ഒരു രീതിക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് കട്ടിക്കുമല്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാതെ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക.
അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുണ്ടല്ലോ ഈ ഒരു പാകത്തിന് ഞാൻ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, ഇതിലങ്ങ് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു കറക്റ്റ് പാകത്തിന് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ വളരെ നൈസായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഇതുപോലെ സേമിയ ആണ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു കട്ടിയുള്ള ഒരു സേമിയ ഒരിക്കലും എടുക്കരുത്. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള ഈ ഒരു സേമിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലെക്സ് ചെറുതായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്നാക്സുകൾ നമ്മൾ എപ്പോഴും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടല്ല ഉണ്ടാക്കി എടുക്കാറ്. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ പുറമേ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിരിക്കട്ടെ കഴിക്കുന്ന സമയത്ത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ ആയിരിക്കും അത് കഴിക്കാനായിട്ട്. കൂടാതെ വേറൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് അളവിൽ മൈദ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും ആദ്യം ഒരു മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഇല്ലേ അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. ഈ ഒരു മൈദയുടെ ഒരു ബാറ്ററിന് പകരം എഗ്ഗിൻ്റെ ഒരു മിക്സ് വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയുടെ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സേമിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു സേമിയ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ആദ്യം ആ ഒരു മൈദയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മൈദയുടെ ബാറ്ററിൽ നമ്മൾ മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു സേമിയ എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ വേണമെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇതുപോലുള്ള സ്നാക്സുകൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് പൊരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് പൊരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയ്ക്ക് ചൂട് കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും ഇതിൻ്റെ പുറമേക്കൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തതാണ്, പുറമേ മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരുപാട് ചൂട് കയറി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു പുറമേ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു പാകമായിട്ട് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറും മതി, ഓവറായിട്ടങ്ങ് കളറും അങ്ങ് മാറിപ്പോകണ്ട. അപ്പോൾ ഇതുപോലൊന്നും ആയി വന്നാൽ എല്ലാം തന്നെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയും വെജിറ്റബിളും എല്ലാം വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇതിൻ്റെ പുറമെ വളരെ തിന്നായിട്ടുള്ള ഒരു സേമിയ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്താൽ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിലേക്ക് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ചെറുതായിട്ട് പൊടിച്ചിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു ചിക്കനും ബീഫും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഈ ഒരു രീതിക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.